കൂത്താട്ടുകുളത്ത് നഗരസഭാ കൗൺസിൽ യോഗം ആരംഭിക്കുകയാണ്. പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നു. ചെയർപേഴ്സൺ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. ജോസിൽ ചേരുന്നു. ജോസിൽ, വിശദാംശങ്ങൾ. രാജിവെച്ചല്ലാണ്ട് വേറെ മാർഗമൊന്നുമില്ല. 13 പേര് ഞങ്ങൾ UDF അംഗങ്ങൾ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് 12 പേരേ ഉള്ളൂ. നിങ്ങൾക്ക് UDF 13 പേരെന്ന് ഞങ്ങൾ ആദ്യമായിട്ട് അറിയുന്നത്. UDF 13 പേരല്ല, UDF 13 പേരില്ല. ഒരു സ്വതന്ത്രനും അത് വോട്ടെടുപ്പ് തന്നെ മാറിയേക്കാം. പക്ഷെ ഇപ്പോൾ കാര്യം പറഞ്ഞോട്ടെ. അല്ല, ചെയർ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നിഷേധിച്ചതിനു ശേഷവും ജോസിൽ ചേരുന്നു. ജോസിൽ, കൂത്താട്ടുകുളം നഗരസഭയിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. അത് ചെയർപേഴ്സൺ അനുമതി നിഷേധിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഷമ്മി, ഈ കൂത്താട്ടുകുളം നഗരസഭയിൽ വീണ്ടും നാടകീയ സംഭവങ്ങൾ നീങ്ങുകയാണ്. ചെയർപേഴ്സണെതിരെ അതുപോലെ ഈ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയം ചെയർപേഴ്സൺ അനുമതി നിഷേധിച്ചതിനെ തുടർന്ന്, എന്നാൽ പ്രതിപക്ഷ നഗരസഭാ കൗൺസിലർമാർക്ക് അത് സംബന്ധിച്ച് വിശദീകരിക്കാൻ ചെയർപേഴ്സൺ അനുമതി കൊടുക്കുകയും ചെയ്തു. അത്തരം അനുമതി കൊടുത്ത ഘട്ടത്തിലാണ് UDF അംഗമായിട്ടുള്ള അഡ്വക്കേറ്റ് ബോബൻ വർഗീസിൻ്റെ അശ്ലീല പരാമർശം ചെയർപേഴ്സണെതിരെ ഉണ്ടായത്. അതിനെ തുടർന്നാണ്, അതായത് ചെയർപേഴ്സൻ്റെ രഹസ്യമൊഴിയിൽ അടങ്ങിയിരിക്കുന്ന കാര്യം എന്ന രീതിയിലാണ് മജിസ്ട്രേറ്റിന് മുമ്പിൽ കൊടുത്തിരുന്ന രഹസ്യമൊഴിയിൽ നടത്തിയ പരാമർശം എന്ന രീതിയിൽ വളരെ അശ്ലീലകരമായ ഒരു പരാമർശമാണ് അഡ്വക്കേറ്റ് ബോബൻ വർഗീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതിനെ തുടർന്നാണ് നഗരസഭയിൽ വീണ്ടും ഒരു സംഘർഷത്തിൻ്റെ സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഷമ്മി, എന്ത് ആവശ്യമുന്നയിച്ചാണ് ഈ അടിയന്തര പ്രമേയം നൽകിയത് പ്രതിപക്ഷം? നഗരസഭാ ചെയർപേഴ്സൺ, കൗൺസിലർമാരായ പ്രതിപക്ഷ നേതാക്കൾ പ്രിൻസിപ്പോളിനും അതുപോലെ തന്നെ ബോബൻ വർഗീസിനുമെതിരെ പോലീസിൽ നൽകിയ കള്ളപ്പരാതി സംബന്ധിച്ച്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഇവർ ആരോപിച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ നഗരസഭയുടെ ചെയർപേഴ്സന്റെ വാഹനം കേസിന്റെ ഭാഗമായി പോലീസ് പിടിച്ചെടുത്തു. ഇതൊക്കെ വെച്ച് അടിയന്തര പ്രമേയം ചെയർപേഴ്സൺ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ നഗരസഭയിൽ ഇത്തരത്തിൽ ഒരു അടിയന്തര പ്രമേയം നോട്ടീസ് നൽകിയത്. 7 ദിവസം മുമ്പ് നോട്ടീസ് നൽകണം എന്നുള്ള ചട്ടപ്രകാരമുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് അടിയന്തര പ്രമേയത്തിന് ചെയർപേഴ്സൺ അനുമതി നിഷേധിച്ചത്. അതിനെ തുടർന്ന് എന്നാൽ പ്രതിപക്ഷ നേതാവിനും അതുപോലെ തന്നെ മറ്റ് പ്രതിപക്ഷ അംഗങ്ങൾക്കും സംസാരിക്കുവാനുള്ള അനുമതി ചെയർപേഴ്സൺ നൽകിയെങ്കിലും ആ നൽകിയ അവസരം ഉപയോഗിച്ചുകൊണ്ട് ചെയർപേഴ്സണെതിരെ വളരെ അശ്ലീലകരമായ ഒരു പരാമർശമാണ് അഡ്വക്കേറ്റ് ബോബൻ വർഗീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. മജിസ്ട്രേറ്റിന് മുമ്പിൽ അവർ കൊടുത്ത മൊഴി എന്ന പേരിൽ നഗരസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം തുടരുകയാണ്. അടിയന്തര പ്രമേയത്തിന് പ്രതിപക്ഷം നോട്ടീസ് നൽകിയെങ്കിലും ചെയർപേഴ്സൺ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. 7 ദിവസം മുൻപ് നോട്ടീസ് നൽകണമെന്ന ചട്ടം പാലിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പ്രതിപക്ഷവും അതുപോലെ തന്നെ ഭരണപക്ഷവും തമ്മിൽ ശക്തമായ വാക്കേറ്റം തുടരുകയാണ്. ജോസിൽ തുടരാം. ഇപ്പോൾ നമുക്കപ്പോൾ ഇവിടെ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കുന്ന ഭരണപക്ഷ അംഗങ്ങൾ ചേരുകയാണ്. എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ കൗൺസിലിൽ അടിയന്തര പ്രമേയത്തിന് ചെയർപേഴ്സൺ നോട്ടീസ് നിഷേധിച്ചതിന് ശേഷവും അതിൽ കടുത്ത ഭാഷയിലാണ് ഇവിടെ UDF അംഗങ്ങൾ ഇവിടെ സംസാരിക്കേണ്ടത്. തികച്ചും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ, ചെയർപേഴ്സണെ വ്യക്തിപരമായി അവഹേളിക്കുന്ന രീതിയിൽ അശ്ലീല പരാമർശമാണ് ബോബൻ വർഗീസ് കൗൺസിലർ ഇവിടെ നടത്തിയിട്ടുള്ളത്. അദ്ദേഹം മുൻകൂർ ജാമ്യത്തിൽ നിൽക്കുന്ന ഒരു പ്രതിയാണ്. ചെയർപേഴ്സണെ ഈ 18-ാം തീയതി നടന്ന അവിശ്വാസ പ്രമേയത്തിന് മുന്നോടിയായി അവിടെ ഉണ്ടായ ബഹളത്തിൽ ചെയർപേഴ്സണെ പേഴ്സണലായി അപമാനിച്ച അല്ലെങ്കിൽ അവരെ ഉപദ്രവിച്ച കേസിൽ പ്രതിയായിട്ടുള്ള ബോബൻ വർഗീസാണ് ഇവിടെ ഇപ്പോൾ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ ചെയർപേഴ്സണെതിരെ അശ്ലീല പരാമർശം ഇവിടെ നടത്തിയിട്ടുള്ളത്.
ഷമി, അതാണ് ഇത്തരത്തിൽ ഈ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചെങ്കിലും പ്രതിപക്ഷത്തിന് അവരുടെ വാദങ്ങൾ ഉന്നയിക്കുവാനുള്ള അവസരം ചെയർപേഴ്സൺ നൽകി. എന്നാൽ ആ അവസരം ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള സംസാരമാണ് ഈ പ്രതിപക്ഷ നേതാക്കന്മാർ, പ്രത്യേകിച്ച് അഡ്വക്കേറ്റ് ബോബൻ വർഗീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ ചെയർപേഴ്സൺ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ നേതൃത്വത്തിലുള്ള സമരം, ചെയർപേഴ്സന്റെ ചെയറിന് മുമ്പിൽ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷം. ജോസില് LDFന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് അവിടെ ഭരണം നടത്തുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രതിപക്ഷം ഭരണപക്ഷത്തിനെതിരെ ഇങ്ങനൊരു പ്രതിഷേധത്തിന് തയ്യാറെടുത്തത്? എന്താണ് ഇതിൻ്റെ ഒരു കാരണം? നമുക്കറിയാം, CPM ഇവിടെ 25 ഭരണസമിതിയാണ് കൂത്താട്ടുകുളം നഗരസഭയിലുള്ളത്. അതിൽ 13 പേർ LDFന്റെയും 11 പേർ UDFന്റെയും ഒരു സ്വതന്ത്രനുമാണ് ഉള്ളത്. CPMന്റെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വിജയിച്ച കലാരാജു ഇത്തരത്തിൽ 15-ാം തീയതി നേരത്തെ ഇവിടെ UDFന്റെ നേതൃത്വത്തിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിരുന്നു. ആ അവിശ്വാസ പ്രമേയം 13 പേർ പങ്കെടുത്തെങ്കിൽ മാത്രമേ ഈ അവിശ്വാസം പാസ്സാകുകയുള്ളൂ. അതുകൊണ്ട് CPMന്റെ കൗൺസിലർമാർ ആരും ഈ അന്നത്തെ അവിശ്വാസ പ്രമേയത്തിൽ പങ്കെടുക്കണ്ട എന്നുള്ളതായിരുന്നു തീരുമാനം. ആ തീരുമാനം ഈ കലാരാജുവിനെ അറിയിക്കാൻ പറ്റാത്ത രീതിയിൽ 15-ാം തീയതി മുതൽ കലാരാജുവിനെ അവരുടെ വീട്ടിൽ നിന്ന് മാറ്റി താമസിപ്പിച്ചിരിക്കുകയായിരുന്നു കോൺഗ്രസ്. അതിനുശേഷം 18-ാം തീയതി കലാരാജു ഈ കൗൺസിലിലേക്ക് വന്നിറങ്ങുന്ന സമയത്ത് CPMന്റെ തീരുമാനം, LDFന്റെ തീരുമാനം അറിയിക്കുവാനെത്തിയ ഈ ചെയർപേഴ്സണെയും അതുപോലെ തന്നെ മറ്റു വനിതാ കൗൺസിലർമാരെയും ചവിട്ടി വീഴ്ത്തിക്കൊണ്ടാണ് അക്രമത്തിന് തുടക്കം കുറിച്ചത്. അതിനുശേഷം പൂർണ്ണമായും ഈ കലാരാജുവിനെ CPMന്റെ ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും യഥാർത്ഥ വസ്തുക്കൾ ബോധ്യപ്പെടുത്തുകയും ചെയ്തതാണ്. അതിനുശേഷം 4 മണിയോടുകൂടി കലാരാജുവിനെ വീട്ടിൽ കൊണ്ടുയാക്കി 5 മണിക്ക് നടന്ന് അവർ പോലീസിനൊപ്പം പോയ അവരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ദിരാഗാന്ധി സഹകരണ ഹോസ്പിറ്റലിൽ, കടവന്ത്രയിലുള്ള ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ കൊണ്ടുപോയി. അതിനുശേഷം CPMനെതിരെ തന്നെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയും ഇപ്പോൾ കോൺഗ്രസിനൊപ്പമാണ് ഇപ്പോൾ ഈ നഗരസഭാ കൗൺസിൽ യോഗത്തിലേക്കും കലാരാജു എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഇന്നാണ് നഗരസഭാ കൗൺസിൽ യോഗം നടക്കുന്നത്. ആ കൗൺസിൽ യോഗത്തിലാണ് ഇത്തരത്തിൽ ചെയർപേഴ്സൺ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. അടിയന്തര പ്രമേയത്തിന് ചട്ടപ്രകാരം ചെയർപേഴ്സൺ അനുമതി നിഷേധിച്ചെങ്കിലും തുടർന്ന് ഇതിൽ ചർച്ചകൾ നടത്തുവാൻ അനുവാദം കൊടുത്ത സമയത്താണ് ഇത്തരത്തിൽ ഈ കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ടുള്ള അഡ്വക്കേറ്റ് ബോബൻ വർഗീസ് തീർത്തും അശ്ലീലകരമായ, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള പരാമർശം നടത്തിയിരിക്കുന്നത്. ഷമ്മി, ഈ കലാരാജുവിൻ്റെ കൂടി പിന്തുണയോടുകൂടി ഈ ഭരണത്തെ അട്ടിമറിക്കാനുള്ള വലിയ പരിശ്രമമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മാത്യു കുഴൽനാടൻ MLA അടക്കം പേരുകൾ ഉയർന്നു വന്നിരുന്നു. ഇപ്പോൾ ഈ ഒരു പ്രതിഷേധത്തിന്, ഈ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതാണോ ഈ പ്രകോപനത്തിന് കാരണം ചട്ടപ്രകാരമല്ലല്ലോ പ്രതിപക്ഷത്തിന്റെ നോട്ടീസ്. തീർച്ചയായും ഷമ്മി, 7 ദിവസം വേണം ഇത്തരത്തിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കുവാൻ. അതാണ് പ്രധാനമായും ചെയർപേഴ്സൺ ചൂണ്ടിക്കാണിച്ചത്. അതുപോലെ തന്നെ എന്നാൽ അതിനെയെല്ലാം മറികടന്നുകൊണ്ട്, എന്നാൽ അനുമതി നിഷേധിച്ചെങ്കിൽ പോലും ചെയർപേഴ്സൺ ഇവർക്ക് സംസാരിക്കുവാൻ അനുവാദം കൊടുത്തു. എന്നാൽ ഇത്തരത്തിൽ വീണ്ടും പ്രശ്നങ്ങളുമായി അനുമതി കൊടുത്ത് തുടർന്നാണ് ഇവർ പക്ഷേ സംസാരിച്ചത് കടുത്ത ഭാഷയിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലാകുകയാണ്. ഇപ്പോൾ ഇവിടെ വീണ്ടും പ്രതിപക്ഷവും ചെയർപേഴ്സന്റെ ചെയറും തമ്മിൽ തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെയർപേഴ്സണും അതുപോലെ തന്നെ വൈസ് ചെയർമാനും എല്ലാം പ്രതിപക്ഷത്തോട് അവരുടെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ മറ്റ് കക്ഷി അംഗങ്ങളെല്ലാം അവരുടെ സീറ്റിൽ തുടരുകയാണ്. ഷമ്മി, ഇതുമായി ബന്ധപ്പെട്ട് കലാരാജു ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ടോ? അവർ ഓരോ ദിവസവും ഈ വിഷയം ഉണ്ടായതിനു ശേഷം ഓരോ ദിവസവും നിലപാടുകൾ പലതവണ മാറ്റുന്നതും പല രീതിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതും ഒക്കെ കണ്ടു. ഇപ്പോൾ അവസാനം കോൺഗ്രസ് പാളയത്തിൽ ചെന്ന് എത്തിയോ കലാരാജു? CPMൽ നിന്ന് രാജിവെക്കുന്നില്ല എന്നുള്ളതാണ് കലാരാജു ഇന്ന് രാവിലെയും മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്നാൽ അവരുടെ എല്ലാ നീക്കങ്ങളും അവർ കോൺഗ്രസിനൊപ്പമാണ്. ഇന്ന് രാവിലെ കോൺഗ്രസിന്റെ പാർട്ടി ഓഫീസിൽ പോയതിനു ശേഷമാണ് കലാരാജു, അതിനുശേഷം കൂത്താട്ടുകുളം പ്രസ് ക്ലബ്ബിൽ മാത്യു കുഴൽനാടൻ MLAയും കലാരാജുവും ഒരുമിച്ച് പത്രസമ്മേളനം നടത്തും എന്നുള്ള അറിയിച്ചിരുന്നു. അതനുസരിച്ച് നമ്മൾ അവിടെ ചെന്നു. പക്ഷേ 11 മണിക്ക് കൗൺസിൽ യോഗത്തിൽ എത്തണം എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോരുകയാണ് ചെയ്തത്. കൗൺസിൽ യോഗം എത്തിയതിനു ശേഷവും ഇവിടെ കലാരാജു
മാധ്യമങ്ങളെ കണ്ട് അവർ പറയുന്നത് ഇത്തരത്തിൽ ഞാൻ CPM ൽ നിന്ന് രാജിവെക്കില്ല, പക്ഷേ CPM-നെ എതിർത്ത് സംസാരിക്കുമെന്നാണ് പറയുന്നത്. അതായത് കൂറുമാറ്റ നിരോധനം അടക്കമുള്ള കാര്യങ്ങളിൽ പെട്ട് തൻ്റെ അയോഗ്യതയാക്കാതിരിക്കാനുള്ള കാര്യങ്ങളിലെ ഒരു മുൻകരുതൽ എന്ന നിലയിലാണ് CPM-ൽ നിന്ന് രാജിവെക്കില്ല എന്ന നിലപാട് അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഷമ്മി, ജോസിലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.